ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് മാങ്ങ മപ്പാസ് തയ്യാറാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സാധാരണ വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് കടുക് വറുത്തെടുക്കണം. കടുക് നല്ലതുപോലെ പൊട്ടിക്കഴിയുമ്പോൾ നമുക്കതിലേക്ക് 2-3 വറ്റൽമുളകിട്ട് ഒന്ന് വറുത്തെടുക്കാം. അതിനുശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടിയിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കണം. ഇനി നമുക്കതിലേക്ക് ഒരു സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു സവോള നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് 3-4 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ഇട്ട് കൊടുക്കണം. എരിവ് കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് പതിയെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഒരുവിധം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുത്തത്. ഇതൊന്ന് പച്ചമണം മാറുന്നത് വരെ വഴറ്റിയ ശേഷം നമുക്ക് 1/2 തേങ്ങയിൽ നിന്നെടുത്ത രണ്ടാമത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഉപ്പൊക്കെ മതിയാവും. ഉപ്പ് അത് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. ഇനി ഇത് പതിയെ ഒന്ന് തിളയ്ക്കുന്നതിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മാങ്ങ ഒന്ന് വെന്ത് വരണം. മാങ്ങ വേവാൻ അതിന് കുറച്ച് സമയമൊന്നും വേണ്ട. നമുക്കൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും മാങ്ങ വെന്ത് കിട്ടും. ഇപ്പോൾ മാങ്ങ പെട്ടെന്ന് വേവും. അപ്പോൾ ഒരുപാട് വെന്ത് പോകരുത്. അപ്പോൾ മാങ്ങ വെന്തതിന് ശേഷം നമുക്ക് ആദ്യത്തെ പാല് ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ പാൽ ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യണം. വീണ്ടും അത് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമ്മുടെ മാങ്ങ മപ്പാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. വളരെ രുചികരമായിട്ടുള്ള മാങ്ങ മപ്പാസാണ്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്നുണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.